സമ്പത്ത് പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ദാനം ശീലമാക്കിയാൽ സമ്പത്ത് പരിപാലിക്കപ്പെടുമെന്നാണ്. ദാനം കൊടുക്കാൻ പൈസ വേണ്ട, ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട, മനസ്സുണ്ടായാൽ മതി. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല. ദാനം കൊടുക്കണമെങ്കിലേ പൈസ വേണ്ടുള്ളൂ, ദാനശീലത്തിന് ഒറ്റ പൈസ വേണ്ടല്ലോ, മനസ്സ് മാത്രമല്ല വേണ്ടത്. മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് സഹാബത്തിന്റെ ഇടയിൽ വലിയ ദാനം നൽകിയിരുന്ന ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വയലു അറിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയെ 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാറുണ്ട്. ഇരിക്കുക പറഞ്ഞു. എല്ലാവരും ഇരുന്ന് നബി തങ്ങൾ വയലു പിന്നെയും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. രണ്ടാമത് വീണ്ടും വയലു പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നെയും നീച്ചിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം നബിയേ എന്ന് പറയുമ്പോ ചിലപ്പോ ഞമ്മക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്പൊ എന്താ കൊടുത്താല്, ഹൈവേന്റെ വക്കത്ത് മൂപ്പർക്ക് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, പുതിയ റോഡ് പണി വന്നപ്പോ ഗവൺമെന്റ് നല്ല കായിട്ടിട്ടുണ്ടാവും, പിന്നെന്താ കൊടുത്താല് എന്ന് ഞമ്മക്ക് തോന്നും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻസാരി അല്ല, മുഹാജിറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മക്കത്തുനിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് വന്നതാണ്. പിന്നെ എന്തേ ചോദിക്കുമ്പോ 100 ഒട്ടകം കൊടുക്കാൻ മാത്രം ഉണ്ടായത്, കൊടുക്കാനുള്ള മനസ്സുള്ളതിനാൽ കൊടുക്കാനുള്ള പൈസയുണ്ടായി എന്നതാണ്. ഈ മനസ്സുണ്ടോ നമുക്കുണ്ടാവും. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കുക? ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു, കോളിംഗ് ബെല്ലടിച്ചു. കർട്ടൻ നീക്കിയിട്ട് നോക്കിയപ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ആളാണ്. അപ്പൊ 2 സമീപനം സ്വീകരിക്കാം. മനുഷ്യന്റെ അടുത്ത് 5 നയാ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിക്കണേ, വാപ്പവിടെ ഇല്ലാന്ന് പോയി പറഞ്ഞളടാന്ന് കുട്ടികളോട് പറയാം. വേറൊരു പഠിപ്പുണ്ട്. അതെങ്ങനെ? വേറെ എന്തോ ആവശ്യത്തിന് വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്തുവെച്ച പൈസ ഉണ്ടായിരുന്നു. അതിനൊരു 5 കോട്ടൺ ഉറുപ്പ് എടുത്തിട്ട് മൂത്ത മകന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ബാപ്പാന്റെ അടുത്ത് ഒന്നുമില്ലെങ്കിലും ഈ റമദാൻ മാസത്തിൽ നമ്മളിരുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാള്, വെറും കൈയോടെ മടക്കണേ ശരിയല്ല, വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞങ്ങാണ്ട് മൂത്ത മകനുണ്ട് ഏൽപ്പിച്ചാൽ ആ കുട്ടിക്ക് പഠിയുന്ന സ്വഭാവത്തെയാണ് ദാനശീലം എന്ന് പറയുന്നത്. ദാനശീലമാണ് സമ്പത്തിനെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് അത് മക്കളെ പഠിപ്പിക്കണം. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ വളരെ